ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും നെറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിൻ്റെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എങ്ങനെയൊക്കെയാണ് വരിക എന്നൊക്കെ ചിന്തിക്കാനുള്ള ടൈമാണ്. പിന്നെ എല്ലാ 6 ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യണം. പിന്നെ അതുപോലെ അറ്റംപ്റ്റ് എനി വൺ ഫ്രം ദ 2 ഇന്റേണൽ ചോയ്സ് ക്വസ്റ്റ്യൻ. 2 ഇന്റേണൽ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് എ ഓർ ബി എന്നുള്ള ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ. Read the following poem and answer the questions that follow. നമുക്ക് താഴെ ഒരു പോയം തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിന് താഴെയുള്ള 5 സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ആ പോയം നോക്കാം. I flew my kite so high today. ഞാൻ എൻ്റെ പട്ടം ഇന്ന് ഒരുപാട് ഉയരത്തിലേക്ക് പറത്തി. Danced and swayed then flew away. അത് കാറ്റിൽ നൃത്തം ചെയ്യുകയും സ്വേ ചെയ്യുകയും ചെയ്തു. അതായത് കാറ്റിൽ ഇങ്ങനെ ആടി ഉലയുകയും ചെയ്തു. എന്നിട്ടോ then flew away, എന്നിട്ട് ദൂരേക്ക് പറന്നുപോയി. The clouds were white. മേഘങ്ങളൊക്കെ എന്തായിരുന്നു? വെള്ള നിറത്തിലായിരുന്നു. The breeze was light. കാറ്റ് തെന്നൽ എങ്ങനെയായിരുന്നു? ലൈറ്റായ കാറ്റായിരുന്നു. കുളിർ തെന്നലായിരുന്നു, അല്ലെങ്കിൽ നനുത്ത തെന്നലായിരുന്നു. My kite soared with joy and delight. എൻ്റെ പട്ടം സന്തോഷത്തോടും ആനന്ദത്തോടും കൂടിയിട്ട് മേലേക്ക് ഉയർന്നു. It dipped and rose a tiny dot. ഒരുപാട് മുകളിലേക്ക് ഉയർന്നപ്പോൾ എന്തായി? അത് ഒരു ചെറിയ പുള്ളി മാത്രമായിട്ട്, ഒരു ചെറിയ ഡോട്ട് മാത്രമായിട്ട് മാറി. I ran and laughed. I ran a lot. ഞാൻ അതിന് പിറകെ ഒരുപാട് ഓടി. laugh ചെയ്തു, അതായത് ചിരിച്ചുകൊണ്ട് ഓടി. ran a lot. ഞാൻ ഒരുപാട് ഓടി. I held the string tight and felt so proud. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പട്ടത്തിൻ്റെ സ്ട്രിങ്, നൂല് ടൈറ്റായിട്ട് മുറുകെ തന്നെ പിടിച്ചു. എനിക്ക് വളരെയധികം അഭിമാനം തോന്നി, പ്രൗഡ് തോന്നി. As it waved gently among the clouds. അത് എപ്പോഴാണ് അഭിമാനം തോന്നിയത്? അത് പതുക്കെ മേഘങ്ങൾക്കിടയിലൂടെ എന്നെ കൈവീശി കാണിച്ച സമയത്ത് എനിക്ക് എന്ത് തോന്നി? വളരെയധികം അഭിമാനം തോന്നി. ഇനി നമുക്ക് ഈ പോയത്തിനുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഡിഡ് സ്പീക്കർ ഡു വിത്ത് ദ കൈറ്റ്? ഈ സ്പീക്കർ പട്ടം കൊണ്ട് എന്താ ചെയ്തത്? പെയിന്റഡ് ഇറ്റ്, അതിന് നിറം കൊടുത്തു. ഫ്ലൂ ഇറ്റ്, അത് പറത്തി. ഗേവ് ഇറ്റ് അവേ, അത് ഒരാൾക്ക് കൊടുത്തു. ലോസ്റ്റ് ഇറ്റ്, അത് നഷ്ടമായി. എന്താണ്? ഫ്ലൂ ഇറ്റ് അല്ലെ, പട്ടം പറത്തി. അതാണ് കറക്റ്റ് ആൻസർ. Question 2. What was the weather like during the kite flying? പട്ടം പറത്തുന്ന സമയത്ത് വെതർ എങ്ങനെയായിരുന്നു? അതായത് കാലാവസ്ഥ എങ്ങനെയായിരുന്നു? റെയിനി ആൻഡ് വിൻഡി, അതായത് നല്ല കാറ്റും മഴയും ആയിരുന്നു. ബി ഹോട്ട് ആൻഡ് സ്റ്റോമി, ചൂടും ചുടുകാറ്റും ഉള്ളതായിരുന്നു. അതായത് സ്റ്റോം എന്ന് വെച്ചാൽ കൊടുങ്കാറ്റ് പോലെയായിരുന്നു. ക്ലൗഡി വിത്ത് എ ലൈറ്റ് ബ്രീസ്, മേഘാവൃതവും ചെറിയ നനുത്ത കാറ്റും ഉണ്ടായിരുന്നു. സ്നോവി ആൻഡ് കോൾഡ്, മഞ്ഞും തണുപ്പുമായിരുന്നു. ഇപ്പൊ സി ആണല്ലേ ആൻസർ. ക്ലൗഡി വിത്ത് എ ലൈറ്റ് ബ്രീസ് ആണ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ 3 നോക്കൂ. വാട്ട് ഈസ് ദ മൂഡ് ഓഫ് ദ പോയം? ഈ പോയത്തിന്റെ മൂഡ് എന്താണ്? അതായത് ഈ പോയം സന്തോഷമാണോ സങ്കടമാണോ? ഏത് സമയത്താണ് ഈ പോയം എഴുതപ്പെട്ടിട്ടുള്ളത്? എന്താണ്? ഹാപ്പി ആൻഡ് ജോയ്ഫുൾ അല്ലെ, സന്തോഷവും എന്താ പറയാ ഹാപ്പിനെസ് ആണ് ഉള്ളത്. ക്വസ്റ്റ്യൻ 4. ഫൈൻഡ് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. ഈ പോയത്തിൽ നിന്ന് ഒരു റൈമിംഗ് വേർഡ്സിന്റെ പെയർ എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാടുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഡോട്ട്, ലോട്ട്, പ്രൗഡ്, ക്ലൗഡ്, ലൈറ്റ്, ഡിലൈറ്റ്, ടുഡേ, എവേ, ഇതെല്ലാം റൈമിംഗ് വേർഡ്സിന് എക്സാമ്പിൾസ് ആണ്. ക്വസ്റ്റ്യൻ 5. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ദാറ്റ് മീൻസ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന അർത്ഥം വരുന്ന ഒരു വേർഡ് ഇതിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിലൈറ്റ് എന്ന വേർഡാണ് ഹാപ്പിനെസ് എന്ന് മീൻ ചെയ്യുന്നത്. ആക്ടിവിറ്റി 2 നോക്കൂ. പിക്ചർ സ്റ്റോറി. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ഡെവലപ്പ് എ സ്റ്റോറി ഫ്രം ദം. നമുക്ക് താഴെ 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സിന് റിലേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റോറി നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ബ്രേവ് ഗേൾ ആൻഡ് ദ ക്യാറ്റ്, അതാണ് സ്റ്റോറിക്ക് നൽകുന്ന ഹെഡിങ് എന്ന് പറയുന്നത്. വൺ ഡേ ദ ഗേൾ വാസ് വാക്കിംഗ് ത്രൂ ദ ഗാർഡൻ. ഒരു ദിവസം ഒരു പെൺകുട്ടി ഗാർഡനിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഷി സോ എ ലിറ്റിൽ ക്യാറ്റ് സിറ്റിംഗ് ഓൺ എ ട്രീ. അപ്പോൾ അവൾ ഒരു ചെറിയ പൂച്ചക്കുട്ടി ഒരു മരത്തിന് മുകളിൽ ഇരിക്കുന്നത് കണ്ടു. ദ ക്യാറ്റ് ലുക്ക്ഡ് ഫ്രൈറ്റൻ ആൻഡ് കുഡ് നോട്ട് കം ഡൗൺ. ആ പൂച്ചയെ കണ്ടപ്പോൾ തന്നെ എന്താണ്? അത് പേടിച്ചിരിക്കുകയാണ്, അതിന് താഴേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി. The girl quickly climbed the tree to help the cat. ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ മരത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. എന്തിന്? To help the cat, പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. She gently lifted it in her hands.
അവൾ പതുക്കെ ആ പൂച്ചക്കുട്ടിയെ അവളുടെ കൈകളിലേക്ക് എടുത്തു. ഫൈനലി ദ ഗേൾ കെയിം ഡൗൺ സേഫ്ലി ആൻഡ് ഹഗ് ദ ക്യാറ്റ് വിത്ത് ലവ്. അങ്ങനെ അവൾ ആ പൂച്ചയെ എടുത്തുകൊണ്ട് താഴെ എത്തി അതിനെ ഹഗ് ചെയ്തു, അതിനെ കെട്ടിപ്പിടിച്ചു. ദ ക്യാറ്റ് പേർഡ് ഹാപ്പിലി. ആ പൂച്ചയ്ക്ക് എന്തായി, സന്തോഷമായി. സന്തോഷത്തോടെ ആ പെൺകുട്ടിയെ ആ പൂച്ച എന്ത് ചെയ്തു, ഇങ്ങനെ അതിന്റെ രോമം കൊണ്ട് പേർഡ് ചെയ്തു. ആക്ടിവിറ്റി 3 തോട്ട്സ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ 2 ആക്ടിവിറ്റീസ് ബിലോ. നമുക്ക് താഴെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്നിനെ എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് രണ്ടും നോക്കാം. Question A. Mrs. Raccoon took Chester's left hand and spread his tiny fingers into a fan. Leaning forward, she kissed Chester right in the middle of his palm. Chester was very happy. What will be Chester Raccoon's thoughts at that time? Write Chester's thought. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ചെസ്റ്റർ റക്കൂണിൻ്റെ സ്റ്റോറി പഠിച്ചു അല്ലേ. മിസ്സസ് റക്കൂണ് ചെസ്റ്ററിന് പേടിയായിരുന്നു എല്ലാ സ്കൂളിലേക്കൊക്കെ പോവാനും. അപ്പോൾ സീക്രട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഹാൻഡ് മെല്ലെ പതുക്കെ എടുത്തിട്ട് അതിൻ്റെ വിരലുകൾക്കിടയിലൂടെ ഇങ്ങനെ തലോടി, എന്നിട്ട് കൈവെള്ളയിൽ ഉമ്മ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മളുടെ ചെസ്റ്ററിന് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്തു. ആ സമയത്തുള്ള ചെസ്റ്ററിൻ്റെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാവ്, ഐ ക്യാൻ ഫീൽ മമ്മീസ് ലവ് ഇൻ മൈ ഹാൻഡ്. എനിക്ക് അമ്മയുടെ സ്നേഹം എൻ്റെ കൈകളിൽ കിട്ടുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. വെനെവർ ഐ മിസ് ഹർ, ഐ ക്യാൻ ഹോൾഡ് മൈ പാം ടു മൈ ചീക്ക് ആൻഡ് റിമെമ്പർ ദാറ്റ് ഷീ ഈസ് ഓൾവേസ് വിത്ത് മീ. അമ്മയെ എനിക്ക് മിസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈവെള്ള എൻ്റെ കവിളിൽ ഇങ്ങനെ തലോടിയാൽ എനിക്ക് അമ്മയെ മിസ് ചെയ്യില്ല, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നും. നൗ ഐ ആം നോട്ട് സ്കെയർഡ് ടു ഗോ ടു സ്കൂൾ. ഇപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ പേടി തോന്നുന്നില്ല. ഐ ആം ഹാപ്പി ആൻഡ് ബ്രേവ് ബിക്കോസ് മമ്മീസ് ലവ് വിൽ സ്റ്റേ വിത്ത് മീ ഫോർ എവർ. എനിക്ക് സന്തോഷവും ഞാൻ ധൈര്യമുള്ളവനുമായിട്ടുണ്ട്. കാരണം അമ്മയുടെ സ്നേഹം എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു. ഐ നോ ഐ ക്യാൻ മേക്ക് ന്യൂ ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ. എനിക്ക് സ്കൂളിൽ നിന്ന് പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. മമ്മീസ് കിസ് വിൽ ഓൾവേസ് ഗിവ് മീ സ്ട്രെങ്ത് ആൻഡ് കറേജ്. അമ്മയുടെ ഈ ചുംബനം, ഈ കിസ് എനിക്ക് എപ്പോഴും ധൈര്യവും കരുത്തും പകരും എന്നുള്ളതും എനിക്കറിയാം. ഇതിലെ ഓൾ ക്വസ്റ്റ്യൻ നോക്കൂ. ബി. The little train tried best, but her wheels wouldn't turn. The clown and all the animals jumped out to help her. They pushed and pushed, but the little train couldn't move. She was very sad. She began to think. What will be her thoughts? Write her thoughts. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലിറ്റിൽ ട്രെയിന് നമ്മൾ സ്റ്റക്കായി നിന്നത് സ്റ്റോറിയിൽ വായിച്ചു അല്ലേ. ലിറ്റിൽ ബ്ലൂ എഞ്ചിന് അതിനെ ഹെൽപ്പ് ചെയ്തതൊക്കെ നമ്മൾ വായിച്ചു അല്ലേ. അപ്പോൾ ഈ സമയത്ത് ട്രെയിനിലുള്ള ആനിമൽസും ടോയ്സും ഒക്കെ എന്ത് ചെയ്തു, താഴേക്ക് ഇറങ്ങി. എന്തിനാണ്? ഈ ട്രെയിനിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എത്ര പുഷ് ചെയ്തിട്ടും ട്രെയിനിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് ട്രെയിൻ ഒരുപാട് സങ്കടത്തിലായി, സാഡായി. അപ്പോൾ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് എഴുതാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓ ഡിയർ, വൈ ഹാവ് മൈ വീൽ സ്റ്റോപ്ഡ്. എൻ്റെ വീലുകൾക്ക് എന്ത് പറ്റി, എന്താ അത് സ്റ്റോപ്പായത്? ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ബട്ട് ഇറ്റ് കനോട്ട് മൂവ്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു, പക്ഷേ മൂവ് ആവുന്നില്ല. ദി ടോയ്സ് ആൻഡ് ഡോൾസ് ആർ പുഷിങ് ഓൺ സോ ഹാർഡ്. ഇതിലുള്ള പാവകളും ടോയ്സും ഒക്കെ വളരെ അധ്വാനപ്പെട്ടിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. യെറ്റ് ഐ കനോട്ട് ഹെൽപ്പ് ദം. എന്നിട്ടും എനിക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഹൗ സാഡ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ഇഫ് ഐ ഡോണ്ട് റീച്ച് ദം വിത്ത് ടോയ്സ് ആൻഡ് ഗുഡ്സ് ഫുഡ്. ഞാൻ ഈ മൗണ്ടൻ അപ്പുറത്ത് കാത്തു നിൽക്കുന്ന ബോയ്സിനും ഗേൾസിനും ഈ ഡോൾസും ടോയ്സും നല്ല ഫുഡൊന്നും വന്നില്ലെങ്കിൽ അവർ സങ്കടപ്പെടുമല്ലോ. ഐ വോണ്ടഡ് ടു മേക്ക് ദം ഹാപ്പി. എനിക്ക് അവരെ സന്തോഷിപ്പിക്കണം. ബട്ട് നൗ ഐ ഫീൽ സോ വീക്ക് ആൻഡ് യൂസ്ലെസ്. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ വളരെ വീക്കും യൂസ്ലെസ്സും, അതായത് എന്നെ കൊണ്ടൊരു ഉപകാരവും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇഫ് ഓൺലി സംവൺ കൈൻഡ് കുഡ് കം ആൻഡ് ഹെൽപ്പ് മീ ക്ലൈംബ് ദ മൗണ്ടൻ. ഐ ഹോപ്പ് എന്നെ ആരെങ്കിലും ഒരാൾ ഈ മൗണ്ടൻ കയറാൻ സഹായിച്ചേ മതിയാവൂ. ഐ ഹോപ്പ് എ സ്ട്രോങ്കർ എൻജിൻ പാസസ് ബൈ സൂൺ. ഒരു കരുത്തനായിട്ടുള്ള ഒരു എൻജിന് എൻ്റെ അടുത്തൂടെ പോവും, എൻ്റെ അരികിലേക്ക് വരുമെന്നാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. മേ ബി വിത്ത് ദെയർ ഹെൽപ്പ് ഐ ക്യാൻ സ്റ്റിൽ ബ്രിങ് ജോയ് ടു ദ ചിൽഡ്രൻ. ഒരു പക്ഷേ ആ എൻജിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് സാധിച്ചേക്കാം. Activity 4 Crossword Puzzle. Read the hints given below and complete the crossword puzzle. നമുക്ക് കുറച്ച് ഹിൻസ് താഴെ തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം അക്രോസ് ആണ്, അതായത് നേരെ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നോക്കൂ. എ. ദ സൺ ആൻഡ് സ്റ്റാർസ് ഡു ദിസ് ഇൻ ദ സ്കൈ. സൂര്യനും നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെയാണ് ആകാശത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. എങ്ങനെയാണ്? ഷൈൻ, അല്ലെ, തിളങ്ങിയിട്ടാണ് അല്ലേ ഉള്ളത്. അപ്പൊ ഷൈൻ എന്നാണ് ആൻസർ. ബി. എ പാത്ത് വേർ ട്രെയിൻ റൺ.
ട്രെയിന് സഞ്ചരിക്കുന്ന പാതയെ നമ്മൾ എന്താ പറയുക, ട്രാക്ക് എന്നാണ് പറയുക. സി എ ഫണ്ണി പെർഫോമർ ഇൻ എ സർക്കസ്, ഒരു സർക്കസിലുള്ള തമാശയ്ക്ക് കാണിക്കുന്ന ഒരു ഫണ്ണി പെർഫോമർ ക്ലൗൺ ആണ്, കോമാളി അല്ലെ, ക്ലൗൺ ആണ്. ഇനി ഡൗൺ, താഴേക്കുള്ളതാണ്. ദ പ്ലേസ് വേർ യു ക്യാച്ച് എ ട്രെയിൻ, നിങ്ങളൊരു ട്രെയിന് കാത്തു നിൽക്കുന്ന സ്ഥലം എന്താണ്, സ്റ്റേഷനാണ്. ഈ എ ടോയ് ദാറ്റ് ലുക്സ് ലൈക്ക് എ ബോയ് ഓർ ഗേൾ, ഒരു പെൺകുട്ടിയെ പോലെയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ പോലെയോ തോന്നുന്ന ടോയ്, കളിപ്പാട്ടത്തെ എന്താ പറയുക, ഡോൾ, പാവ എന്നാണ് പറയുക. Activity 5 Conversation. Attempt any of the 2 activities below. Write a minimum of 5 exchanges. താഴെ നമുക്ക് കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കോൺവെർസേഷൻ എഴുതിയാൽ മതി, പക്ഷേ അറ്റ്ലീസ്റ്റ് 5 എക്സ്ചേഞ്ചസ് എങ്കിലും വേണം. എ നോക്കാം. യു മെറ്റ് യുവർ ഓൾഡ് ഫ്രണ്ട് റോഷൻ അറ്റ് ദ സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റ്. Roshan is now studying in another school. You both recollected the good old memories. Complete the conversation between Roshan and you. അപ്പോൾ നിങ്ങളുടെ പഴയ ഫ്രണ്ടായിരുന്നു ആര്, റോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റോഷൻ ഇപ്പോൾ പുതിയ സ്കൂളിലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സയൻസ് ഫെസ്റ്റിൻ്റെ സബ് ഡിസ്ട്രിക്റ്റ് സയൻസ് ഫെസ്റ്റിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, റോഷനെ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കാനുണ്ടായിരിക്കും അല്ലേ. നിങ്ങളുടെ പഴയ ഒരു ഫ്രണ്ടിനെ കാണുന്ന സമയത്ത് സംസാരിക്കാനിടയുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യു, ഹായ് റോഷൻ, ഹൗ ആർ യു? റോഷൻ, ഐ എം ഫൈൻ, താങ്ക് യു, ഹൗ അബൌട്ട് യു? നീ എങ്ങനെയുണ്ട്, നിനക്ക് സുഖമാണോ? യു, അപ്പോൾ നമ്മൾ പറയുന്നത് ഐ എം ഗുഡ്. വിച്ച് സ്കൂൾ ആർ യു സ്റ്റഡിങ് ഇൻ നൗ? എനിക്ക് സുഖമാണ്. നീ ഇപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഐ ആം സ്റ്റഡിങ് ഇൻ സെൻറ്റ് മേരീസ് സ്കൂൾ. ഞാൻ സെൻറ്റ് മേരീസ് സ്കൂളിലാണ് പഠിക്കുന്നത്. യു, ഓ ദാറ്റ്സ് നൈസ്. ഡു യു റിമെമ്പർ അവർ ഓൾഡ് സ്കൂൾ ഡേയ്സ്? നീ നമ്മളുടെ പഴയ സ്കൂളിലെ ദിവസങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? യെസ് ഓഫ് കോഴ്സ്, വി ഹാഡ് സോ മച്ച് ഫൺ പ്ലേയിങ് ആൻഡ് സ്റ്റഡിങ് ടുഗെദർ. തീർച്ചയായും ഓർക്കുന്നുണ്ട്, നമുക്ക് കളിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം കിട്ടിയിരുന്നു അല്ലേ. യെസ് ട്രൂ, ഐ റിയലി മിസ് ദോസ് ഡേയ്സ്. ഞാനും ശരിക്കും ആ ദിവസങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. റോഷൻ, മീ ടു, ഞാനും. ഐ ഫീൽ ഹാപ്പി വി മെറ്റ് ടുഡേ ആഫ്റ്റർ എ ലോങ് ടൈം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ. സെക്കൻഡ് കോൺവെർസേഷൻ എന്താണ്? ഇറ്റ് വാസ് ചെസ്റ്റേഴ്സ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഹി റീച്ച്ഡ് എ ബിറ്റ് ലേറ്റ് ഇൻ ദ ക്ലാസ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ. അപ്പോൾ ചെസ്റ്റർ ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് എത്തുകയാണ്, സ്കൂളിലേക്ക് വരികയാണ്. അന്ന് ചെസ്റ്റർ ഒരു ഇത്തിരി നേരം വൈകി. അപ്പോൾ ടീച്ചർ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കാനിടയുള്ള കോൺവെർസേഷൻ എഴുതാനാണ് അടുത്തത് പറഞ്ഞിട്ടുള്ളത്. ചെസ്റ്റർ, ഹലോ ടീച്ചർ, മേ ഐ കം ഇൻ? ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? ടീച്ചർ, യെസ് ചെസ്റ്റർ, വൈ ആർ യു ലേറ്റ്? നീ എന്തേ വൈകിയത്? ചെസ്റ്റർ, ഐ വാസ് ഫീലിംഗ് എ ലിറ്റ് സ്കെയർഡ് ടീച്ചർ. എനിക്ക് വരാൻ ഒത്തിരി പേടിയായിരുന്നു. ടീച്ചർ, ഡോണ്ട് വറി ചെസ്റ്റർ, യു വിൽ ലൈക്ക് ദ ക്ലാസ്. പേടിക്കണ്ട, നിനക്ക് എന്തായാലും നമ്മുടെ ക്ലാസ് ഇഷ്ടമാവും. ചെസ്റ്റർ, താങ്ക് യു ടീച്ചർ, ഐ വിൽ ട്രൈ ടു ബി ബ്രേവ്. തീർച്ചയായും ഞാൻ ബ്രേവ് ആവാൻ വേണ്ടിയിട്ട്, ധൈര്യശാലി ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ടീച്ചർ, ഡു യു മിസ് യുവർ ഹോം ആൻഡ് യുവർ മദർ? നീ നിൻ്റെ വീടും അമ്മയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ചെസ്റ്റർ, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. ബട്ട് ഐ ഹോപ്പ് ഐ ക്യാൻ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. പക്ഷേ എനിക്കിവിടെ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ടീച്ചർ, ഗുഡ് ബോയ്, എനിവേ സിറ്റ് ഇൻ ദ സീറ്റ്. എന്തായാലും നല്ല കുട്ടിയാണ്, നീ സീറ്റിലിരിക്കുക എന്ന് പറയൂ അല്ലേ. ആക്ടിവിറ്റി 6 എഡിറ്റിംഗ് ആണ്. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. നമുക്ക് താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ യെസ്റ്റർഡേ മൈ ഫ്രണ്ട് ആൻഡ് ഐ ഗോ ടു എ പാർക്ക്. ഇന്നലെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് പാർക്കിലേക്ക് പോയി എന്നാണ് വേണ്ടത്. അപ്പോൾ ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ് വേണ്ടത് ഇവിടെ. സോ ഗോയുടെ പാസ്റ്റ് ടെൻസ് എന്താ മക്കളെ? went to a park. We played cricket and had a lot of fun. അപ്പോൾ വി എന്നുള്ളത് ഒരു സെൻറ്റൻസ് തുടങ്ങുകയാണ്. സോ W ഷുഡ് ബി, ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. അപ്പോൾ വി ക്യാപിറ്റൽ ആയിരിക്കണം, W. പ്ലേഡ് ക്രിക്കറ്റ്, അപ്പോൾ ക്രിക്കറ്റ് എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്, CRICKET ആണ് ക്രിക്കറ്റ്. ആൻഡ് ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ, അപ്പോൾ ഒരുപാട് എന്താ പറയുക, രസമുണ്ടായി. അപ്പോൾ ഫൺ എന്നുള്ള അവിടെ സെൻറ്റൻസ് എൻഡ് ചെയ്യാണ്, അവിടെ ഫുൾ സ്റ്റോപ്പ് ആണ് വേണ്ടത്, ക്വസ്റ്റ്യൻ മാർക്ക് അല്ല, ഫുൾ സ്റ്റോപ്പ് ആണ്. മൈ ഫ്രണ്ട് ഹിറ്റ് ദ ബോൾ ആൻഡ് റാൻ ഫാസ്റ്റ് വെരി. സോ ഇവിടെ വെരി ഫാസ്റ്റ് എന്നാണ് വരിക, അവിടെ എക്സ്ചേഞ്ച് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. മൈ ഫ്രണ്ട് ഹിറ്റ് ദ ബോൾ ആൻഡ് റാൻ വെരി ഫാസ്റ്റ്, അങ്ങനെയാണ് കേട്ടോ വരിക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത് നോക്കാനായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ മറ്റ് വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.